ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ കല്യാണ സാരി കളഞ്ഞു പോയതിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ലാസ്റ്റ് ഹോപ്പ് എന്നോണം ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ, അതിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, സാരി ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ വിഷമം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അമ്മ രാവിലെ ഇങ്ങനെ വീണ്ടും സാരി അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു, ആളുടെ ഈ സാരി കിട്ടി. പക്ഷെ ആരുടെയാണെന്ന് അറിയാത്തതുകൊണ്ട് അതിൽ പേരൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ വരുന്നത് വരെ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാര്യം വരുന്നില്ല, അത് വീണ് കിട്ടിയ സമയത്ത് ഒരു ഓട്ടോ ഓടിക്കുന്നൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 500 രൂപ വെച്ച് ഞാൻ ഓരോ സാരിക്കും തരാം, ഈ സാരി എനിക്ക് തരുമെന്ന് വെച്ചു. പക്ഷേ ഞങ്ങൾ കൊടുത്തില്ല, സേഫായിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു നമ്മൾ വരുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ മറ്റേ പുള്ളിക്കാണ് ഈ സാരി കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അത് തിരിച്ച് എൻ്റെ കയ്യിൽ വരാൻ പോകുന്നില്ല. പിന്നെ വെഡ്ഡിങ് സാരി പറയാമല്ലോ, ഡെഫിനറ്റ്ലി അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന്. അപ്പോൾ ഇത് ഈ ഫാമിലിയാണ് നമുക്കിത് സേഫായിട്ട് എടുത്ത് കയ്യിൽ തന്നത്. ഇവരുടെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ച് നമ്മൾ പോയി മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.